ജയസറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 12 2026 ജൂലൈ 28 ചൊവ്വാഴ്ച. ഇന്ന് രാമായണ സാരം ചർച്ച ചെയ്യുന്നത് 521 വരികളാണ്. ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഖരവധം, ശൂർപ്പണഖ വിലാപം, രാവണ മാരീച സംവാദം, മാരീച നിഗ്രഹം എന്നീ ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. 521 വരികളാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നാം കണ്ടത് ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നതും ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മുലയും മൂക്കുമെല്ലാം ഛേദിച്ചതും ചോര ഒലിപ്പിച്ചുകൊണ്ട് ശൂർപ്പണഖ അവിടെ നിന്നും ഓടുന്നതുമാണ് കണ്ടത്. ആ ശൂർപ്പണഖ നേരെ ഖരന്റെ മുന്നിലേക്ക് ആണ് എത്തിച്ചേരുന്നത്. ഖരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ ചിറക് മുറിഞ്ഞുപോയ പർവ്വതം എപ്രകാരമാണോ ഭൂമിയിൽ പതിച്ചത്, അതേ പ്രകാരത്തിൽ ശൂർപ്പണഖ ഖരന്റെ മുമ്പിൽ വീണു. ശൂർപ്പണഖയുടെ കരച്ചിൽ കണ്ട് ഖരൻ ചോദിച്ചു, മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാർ എന്നോട് എത്രയും നിന്നെ ഇത്തരത്തിലാക്കിയത് ആരാണ് എന്ന് എന്നോട് പറഞ്ഞാലും. അതിന് മറുപടിയായിട്ട് ശൂർപ്പണഖ പറയുന്നു, മർത്യന്മാർ ദശരഥപുത്രന്മാർ ഇരുവരുണ്ട്, ഉത്തമ ഗുണവാന്മാർ എത്രയും പ്രസിദ്ധന്മാർ. രണ്ട് മനുഷ്യർ, ഏറ്റവും ഉത്തമരായിട്ടുള്ള ഗുണങ്ങളുള്ള രണ്ടുപേർ, രാമലക്ഷ്മണന്മാർ എന്നവർക്ക് നാമം. രാമൻ ലക്ഷ്മണൻ എന്ന് പേരുള്ള ഉത്തമ പുരുഷന്മാരായുള്ള രണ്ടുപേർ. കാമിനിയുണ്ട് കൂടെ സീതയെന്ന് അവൾക്ക് പേർ. ഒരു നാരീമണിയുണ്ട് സീതയെന്ന് പേരോട് കൂടിയിട്ട്. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അപരജൻ ഗഡ്ഗേന ഛേദിച്ചത് മൽക്കുജാതികളെല്ലാം. ജ്യേഷ്ഠന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് അനുജൻ ആണ് വാളുകൊണ്ട് എന്നെ ഇപ്രകാരത്തിലാക്കിയത്. ശൂരനായിടും നീ ഇന്ന് അവരെ കൊല ചെയ്ത് ചോര നൽകുക ദാഹം തീരുമാർ എനിക്കിപ്പോൾ. പച്ച മാംസവും തിന്ന് രക്തവും പാനം ചെയ്യിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. ശൂർപ്പണഖ ഖരനോട് പറയുന്നു, ദശരഥന്റെ മക്കൾ രണ്ടുപേർ, ഉത്തമ ഗുണവാന്മാരായിട്ടുള്ള രണ്ട് പുരുഷന്മാർ, രാമൻ ലക്ഷ്മണൻ എന്നീ രണ്ടാളുകളും കൂടെ നാരീമണിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള സീത എന്നു പേരുള്ള മനോഹരിയും നിൽക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ഞാൻ പോയപ്പോൾ ജ്യേഷ്ഠന്റെ നിയോഗമനുസരിച്ച്, രാമന്റെ കൽപ്പനയനുസരിച്ച് അനുജനായ ലക്ഷ്മണൻ തന്റെ വാളുകൊണ്ടാണ് തനിക്ക് ഈ ഗതി വരുത്തിയത്. അതുകൊണ്ട് അവരുടെ ചോര എനിക്ക് വേണം. എൻ്റെ ദാഹം മാറ്റുന്നതിനായിട്ട് അവരെ കൊന്ന് അവരുടെ ചോര എനിക്ക് നൽകേണ്ടതുണ്ട്. പച്ചമാംസവും കഴിച്ച് രക്തവും കുടിച്ചിട്ട് കുറച്ചു കാലമായിട്ടുണ്ട്. അതുകൊണ്ട് ആ അവരുടെ പച്ചമാംസവും രക്തവും എല്ലാം എനിക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഖരനോട് പറയുന്നു. ഇത് കേട്ട് ഖരൻ കോപത്തോടുകൂടി പറയുന്നു, തന്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്ന് മൽഭഗിനിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് 14 പേർ 14 ഭൃത്യന്മാരെ, യുദ്ധ വൈദഗ്ധ്യമുള്ളവരെ, രാമലക്ഷ്മണന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നു. നീ കൂടെ ചെന്ന് കാട്ടിക്കൊടുത്തിടൂ, നീ ഇവരുടെ കൂടെ ചെന്നിട്ട് രാമലക്ഷ്മണന്മാരെ കാണിച്ചു കൊടുക്കണം എന്നുകൂടെ പറയുന്നു. അതനുസരിച്ച് ശൂർപ്പണഖ ഈ 14 പേരെയും കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് പോകുന്നു. 14 രാക്ഷസരെയും ശൂല മുദ്ഗര മുസലാസി ചാപേഷു പിണ്ടി, പലവിധ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്, ശൂലം മുസലം തുടങ്ങിയിട്ടുള്ള പലവിധ ആയുധങ്ങൾ, ഇരുമ്പുലക്ക, വാള് തുടങ്ങിയിട്ടുള്ള പലവിധ ആയുധങ്ങൾ കൊണ്ടാണ് ഇവർ ആർത്ത് വിളിച്ചുകൊണ്ട് രാമന്റെ സമീപത്തേക്ക്, ലക്ഷ്മണന്റെ സമീപത്തേക്ക് ചെല്ലുന്നത്. 14 ഒരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. 14 പേരും രാമന്റെ ചുറ്റും നിന്നുകൊണ്ട്, രാമലക്ഷ്മണന്മാരുടെ ചുറ്റും നിന്നുകൊണ്ട് ഒരേ സമയത്ത് അസ്ത്രം പ്രയോഗിച്ചു. പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ രാമൻ പ്രത്യർത്ഥിജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ. രാമൻ ആ 14 പേരെയും ഓരോരോ അസ്ത്രങ്ങൾ കൊണ്ട് പ്രത്യേകം അസ്ത്രം ചെയ്തുകൊണ്ട് അവരെല്ലാവരെയും വധിച്ചു. ശൂർപ്പണഖയും അത് കണ്ട് പേടിച്ചു മണ്ടി
ശൂർപ്പണഖ അത് കണ്ട് പേടിച്ച് തിരിച്ചോടി. ഖരന്റെ മുമ്പിലെത്തിയിട്ട് അലറി വിളിച്ചു. ഖരൻ ചോദിക്കുകയാണ്, എങ്ങു പോയി കളഞ്ഞത് നിന്നോടുകൂടെ പറഞ്ഞിങ്ങ് നിന്നയച്ചവർ 14 ചൊല്ലി. നിന്റെ കൂടെ ഇവിടെ നിന്ന് പോയപ്പോൾ 14 പേരുണ്ടായിരുന്നില്ലേ, അവരെവിടെ പോയി എന്ന് ചോദിക്കുന്നു. ശൂർപ്പണഖ പറയുകയാണ്, അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ട് ഇങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ. രാമന്റെ ശരമേറ്റിട്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത രീതിയിൽ അവരെല്ലാവരും തന്നെ തെക്കോട്ട് പോയി എന്ന് വെച്ചാൽ അവരെല്ലാവരും തന്നെ മരണപ്പെട്ടു, അവരെ ശ്രീരാമൻ വധിച്ചു. ഇത് കേട്ട് കോപത്തോടു കൂടിയിട്ട് ഖരൻ പറയുന്നു, പോരിക നിശാചരൻ 14,000 പോരിന് ദൂഷണനും അനുജൻ തൃശ്ശിരസും. തന്റെ അനുജന്മാരായിട്ടുള്ള ദൂഷണനും തൃശ്ശിരസും 14,000 പടയും രാമനോട് എതിരാടാൻ വേണ്ടി തയ്യാറായിക്കൊള്ളൂ എന്ന് പറയുന്നു. ശൂരനാം തൃശ്ശിരസും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു. ധീരതയോട് യുദ്ധം ചെയ്യുവതിനുടറ്റോടെ 14,000 പടയോട് കൂടിയിട്ട് ദൂഷണനും ഖരനും തൃശ്ശിരസും കൂടി രാമനോട് എതിരിടുന്നതിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. രാക്ഷസപ്പടയുടെ 14,000 ആളുകളുടെ 14,000 രാക്ഷസന്മാരുടെ ആ ശബ്ദ കോലാഹലം കേട്ടുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ബ്രഹ്മാണ്ടം നടുങ്ങുമാറാണല്ലോ ശബ്ദം കേൾക്കുന്നത്. രാക്ഷസന്മാരെല്ലാവരും നമ്മോട് യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷ്മണ, നീ ഒരു കാര്യം ചെയ്യൂ, സീതാദേവിയെയും കൊണ്ട് ഒരു ഗുഹയിൽ ഇരിക്കുക. സീതാദേവിയെ ഗുഹയിലാക്കിയിട്ട് നീ സീതാദേവിക്ക് കാവലിരിക്കുക. ഞാൻ ഒരുത്തൻ മാത്രം മതി ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ, ഇവരെയൊക്കെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാൾ മാത്രം മതി. നിനക്ക് യാതൊരു സംശയം ഉണ്ടാകേണ്ട. നീ സീതാദേവിയെ ഒരു ഗുഹയിൽ വെച്ചിട്ട് സീതാദേവിക്ക് കാവലിരിക്കൂ. ലക്ഷ്മണൻ അത് കേട്ട് അതേപോലെ സീതാദേവിയെ ഒരു ഗുഹയിൽ വെച്ചിട്ട് സീതാദേവിക്ക് കാവലിരുന്നു. ശാപബാണങ്ങളെയും എടുത്തു പരികരം അഭോഗാനന്ദം ഉറപ്പിച്ചു സന്നദ്ധനായ ശ്രീരാമൻ ഈ 14,000 രാക്ഷസന്മാരുടെ വരവ് അവരെ എതിരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ശാപബാണങ്ങളൊക്കെ എടുത്ത് തയ്യാറായിരുന്നു. അവരെല്ലാവരും വന്നിട്ട് ഒരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചു. വൃക്ഷങ്ങൾ, പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചത് വേഗാൽ പുഷ്കര നേത്രന്മേൽ ശ്രീരാമന്റെ ശരീരത്തിലേക്ക് അവരെല്ലാവരും തന്നെ വൃക്ഷങ്ങളും പാഷാണങ്ങളും അസ്ത്രങ്ങളും എല്ലാം കൊണ്ട് ശ്രീരാമനെ ആക്രമിക്കാൻ ആരംഭിച്ചു. തൽക്ഷണം അവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ. ശ്രീരാമൻ അവയെല്ലാം തന്നെ തന്റെ അസ്ത്രം കൊണ്ട് എയ്ത് ഖണ്ഡിച്ചു. രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചത് നിശിതാഗ്രബാണങ്ങൾ തന്നെ. ശ്രീരാമന്റെ അമ്പുകൊണ്ട് ഈ രാക്ഷസ കുലം മുഴുവൻ തന്നെ തീർച്ചയായിട്ടും അവിടെ വധിക്കപ്പെടുകയാണ്. സേനാപതി ദൂഷണൻ അതുനേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്ത് ദൂഷണൻ രാമനോട് എതിരിട്ട് വന്നു. വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം 4നെയും കാലവേശ്മനെ ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്ന് ഭൂമിയിൽ ചാടിയിടിനാൻ. ഇവിടെ ഖരദൂഷണ തൃശ്ശിരാക്കളുടെ യുദ്ധം, ശ്രീരാമനോടുള്ള യുദ്ധത്തിൽ ദൂഷണനും അതുപോലെ തന്നെ തൃശ്ശിരസും രാമനോട് യുദ്ധം ചെയ്യുന്ന ഭാഗമാണ് വർണ്ണിക്കുന്നത്. സൈന്യത്തിന്റെ നാശം കണ്ടിട്ട്, ഈ 14,000 പടയുടെ നാശം കണ്ടിട്ട് ദൂഷണൻ നേരിട്ട് രാമനോട് എതിരിടുകയാണ്. എന്നാൽ ശ്രീരാമൻ അവന്റെ അമ്പുകളെല്ലാം തന്നെ മുറിച്ചു കളഞ്ഞു. തേരാളിയെയും കുതിരകളെയും മുറിച്ചു. അതുപോലെ വില്ലും കൊടിമരവും എല്ലാം ഖണ്ഡിച്ചു. അപ്രകാരം തന്റെ തേര് നഷ്ടപ്പെട്ടപ്പോൾ ദൂഷണൻ ഭൂമിയിൽ ചാടിയിറങ്ങി 100 ഭാരമുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഗദ പോലെയുള്ള ആയുധം, ഇരുമ്പുലക്ക, അതുകൊണ്ട് രാമനോട് എതിരിടാൻ വേണ്ടി വന്നു. രാമൻ അത് എതിരിട്ടുകൊണ്ട് ഇരുന്നപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള ആ ഉലക്ക കൊണ്ട് ദൂഷണൻ വരുന്നത് കണ്ട് ഭഗവാൻ ശ്രീരാമൻ അവന്റെ കൈ, ദൂഷണന്റെ കൈ ആ ഇരുമ്പുലക്കയോടുകൂടി തന്നെ മുറിച്ചു വീഴ്ത്തി. ആ പരിഘം കൊണ്ട് തന്നെ, ആ ഇരുമ്പുലക്ക കൊണ്ട് തന്നെ ദൂഷണനെ വധിക്കുകയും ചെയ്തു. ദൂഷണൻ മരിച്ചു വീണത് കണ്ട് തൃശ്ശിരസ് രാമനോട് എതിരിടാൻ വേണ്ടി വന്നു. തൃശ്ശിരസ് 3 അമ്പെയ്തു. രാമൻ അത് 3ഉം മുറിച്ചു കളഞ്ഞു. രാമൻ തിരിച്ച് 3 അമ്പെയ്യുന്നു. തൃശ്ശിരസ് അതും മുറിച്ചു കളയുന്നു. ഒടുവിൽ ഭഗവാൻ ചന്ദ്രക്കല പോലെയുള്ള ഒരു അമ്പ് കൊണ്ട് തൃശ്ശിരസിന്റെ 3 ശിരസ്സും മുറിച്ചു കളയുന്നു. അപ്രകാരം തൃശ്ശിരസും ഭൂമിയിൽ മരിച്ചു വീഴുന്നു. ഇത് കണ്ടപ്പോൾ ഖരൻ തേരിൽ കയറി യുദ്ധത്തിനായി വന്നു. ശ്രീരാമചന്ദ്രനും ഖരനുമായുള്ള ഘോര യുദ്ധം നടന്നു. രണ്ടുപേരുടെയും അമ്പുകൾ കൊണ്ട് ഭൂമിയും ആകാശവും നിറഞ്ഞു.
ഖരനാകട്ടെ രാമന്റെ അമ്പും വില്ലും പടച്ചട്ടയും എല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അതിന്റെ ഫലമായി ഖരൻ എയ്യുന്ന ഓരോ അമ്പുകളും ശ്രീരാമന്റെ ശരീരത്തിലേക്ക് വന്ന് പതിച്ചുകൊണ്ടിരുന്നു. ഈ ആപത്ത് കണ്ട് ദേവന്മാരും തപസ്സന്മാരും എല്ലാവരും രാമൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജയിപ്പൂതാകെ രാമൻ ജയിപ്പൂതാകെ എന്ന് ഭയത്തോടെ ദേവന്മാരും തപസ്സന്മാരും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്രകാരം ആയുധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന രാമൻ എന്ത് സംഭവിക്കും എന്ന് അറിയാതെ ദേവകൾ ഉത്കണ്ഠയോടുകൂടി നോക്കി നിൽക്കുമ്പോൾ ആ സമയത്താണ് അഗസ്ത്യമുനി, നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ദേവേന്ദ്രൻ നൽകിയ വില്ലും അമ്പും അഗസ്ത്യൻ ശ്രീരാമന് നൽകിയിരുന്നു. ആ സമയത്ത് ഇവിടെ ആയുധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന, പടച്ചട്ട നഷ്ടപ്പെട്ടു നിൽക്കുന്ന രാമന്റെ കയ്യിൽ ദിവ്യായുധമായിട്ട് ആ വൈഷ്ണവമായിട്ടുള്ള അഗസ്ത്യൻ നൽകിയ, ദേവേന്ദ്രൻ അഗസ്ത്യനെ ഏൽപ്പിച്ച ആ അമ്പും വില്ലും എല്ലാം തന്നെ ശ്രീരാമനിൽ കാണുകയാണ്. നിമിഷം നേരം കൊണ്ട് രാമൻ ഖരന്റെ കുണ്ടലങ്ങളും ഹാരങ്ങളും കിരീടങ്ങളും കവചവും ഒക്കെ മുറിച്ചിട്ടു. കുതിരകളെയും തേരാളിയെയും വധിച്ചു. ആ സമയത്ത് ഖരൻ മറ്റൊരു തേരിലേറിയിട്ട് ശ്രീരാമന് നേരെ പാഞ്ഞെടുത്തു. ശ്രീരാമൻ അതും തകർത്തു. ഖരൻ വീണ്ടും മറ്റൊരു തേരിൽ കരയേറി വന്നു. ആ തേരിൽ കരയേറി വന്നിട്ട് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. ഖരൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ആഗ്നേയാസ്ത്രം ഏത് സമയത്ത് ഖരൻ ആഗ്നേയാസ്ത്രം ഏത് സമയത്ത് രാമൻ വാരുണാസ്ത്രം കൊണ്ട് തടുക്കുന്നു. ഖരൻ കൗബേരമസ്ത്രം ചെയ്തു, രാമൻ ഇന്ദ്രാസ്ത്രം കൊണ്ട് തടുത്തു. അതുപോലെ നൈരുതമസ്ത്രം ഖരൻ ഏത് സമയത്ത് യാമ്യാസ്ത്രം കൊണ്ട് രാമൻ തടുക്കുന്നു. വായവ്യം അയച്ച സമയത്ത് ഇന്ദ്രാസ്ത്രം കൊണ്ട് തടുക്കുന്നു. ഗാന്ധർവം അയച്ച സമയത്ത് ഗൗഹീയമസ്ത്രം കൊണ്ട് തടയുന്നു. ആസുരമായ അസ്ത്രം ഖരൻ പ്രയോഗിച്ചപ്പോൾ ദൈവാസ്ത്രം കൊണ്ട് രാമൻ അതിനെ തടുക്കുന്നു. അപ്രകാരത്തിൽ ദിവ്യാസ്ത്രങ്ങളെല്ലാം തന്നെ ഖരൻ പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ മറു അസ്ത്രങ്ങളെല്ലാം കൊണ്ട്, പ്രത്യസ്ത്രങ്ങൾ കൊണ്ട് രാമൻ അതിനെല്ലാം തന്നെ തടുക്കുന്നു. തേരും തേരാളിയെയും കുതിരകളെയും എല്ലാം രാമൻ നശിപ്പിച്ചത് നമ്മൾ കണ്ടു. വീണ്ടും ഈ മൂന്നാമത് വന്ന തേരലെയും തേരാളിയെയും ഒക്കെ രാമൻ നശിപ്പിച്ചു. അപ്പോൾ ഖരൻ ഭൂമിയിൽ ചാടി ഉഗ്രമായ ഒരു ശൂലമെടുത്ത് രാമന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ആ സമയത്ത് ഇന്ദ്രദൈവതമസ്ത്രം കൊണ്ട് ശ്രീരാമൻ ഖരന്റെ കണ്ഠം ഛേദിച്ചു. ഖരന്റെ തല ലങ്കാ രാജധാനിയുടെ വടക്കേ ഗോപുരവാതിൽക്കൽ ചെന്ന് വീഴുകയാണ്. ആ സമയത്ത് ശ്രീരാമന്റെ ബാണമാകട്ടെ, ഇന്ദ്രദൈവതസ്ത്രമാവട്ടെ, കടലിൽ മുഴുകി, കടലിൽ പോയി അവിടെ സ്വയം തന്നെ അത് ശുദ്ധീകരിക്കപ്പെട്ട് രാമന്റെ തൂണീരത്തിൽ വന്ന് വീഴുകയും ചെയ്യുന്നു. ലങ്കാ നഗരത്തിന്റെ വടക്കേ ഗോപുരദ്വാരയിൽ വന്നു വീണ ഖരന്റെ ശിരസ് കണ്ട് ഇത് ആരുടെ തലയാണ് എന്ന് അവിടെയുള്ള രാക്ഷസന്മാരെല്ലാം സംശയത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഖരദൂഷണ തുശിരാക്കളാം നിശാചരർ അവരും 14,000 മരിച്ചത് നാഴിക 3.25 കൊണ്ട്. 3.25 നാഴിക കൊണ്ടാണ്, 3.25 നാഴിക സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നത്. ഖരദൂഷണ തുശിരാക്കളും 14,000 പടയാളികളും അഥവാ രാക്ഷസന്മാരും 3.25 നാഴിക സമയം കൊണ്ട് തന്നെയാണ്, അത്രയും ചുരുങ്ങിയ സമയം കൊണ്ടാണ് വധിക്കപ്പെട്ടത്. ഇത് കണ്ട് ശൂർപ്പണഖ ഭൂമിയിൽ മോഹിച്ചു വീഴുകയാണ്. ആ സമയത്ത് ഈ 14,000 രാക്ഷസന്മാരും ദിവ്യ വിഗ്രഹത്തെ പോഴുന്നു. അഥവാ അവരുടെ ആ രാക്ഷസ വേഷം നഷ്ടപ്പെട്ട് അവർ ദിവ്യ വിഗ്രഹം ധരിക്കുന്നു, ദിവ്യ സ്വരൂപികളാവുന്നു. അവർ ശ്രീരാമനോട് പറയുന്നു, ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട്, ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് ആ ദിവ്യ വിഗ്രഹം ധരിച്ച അവർ രാമനെ സ്തുതിക്കുന്നു. അവർ പറയുന്നു, പ്രഭോ, പാപനാശകം ആയിട്ടുള്ള സേവകാഭീഷ്ടപ്രദനായിട്ടുള്ള അങ്ങയുടെ പാദപത്മങ്ങളെ കാണുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചു. ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. പണ്ട് ഞങ്ങൾ പരമശിവനെ തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുത്തി ഈ സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള ആഗ്രഹം ഞങ്ങൾ അറിയിച്ചിരുന്നു, അപേക്ഷിച്ചിരുന്നു. ഈ സംസാര ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരമശിവൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ രാക്ഷസന്മാരായിട്ട് ജനിക്കണമെന്നും അദ്ദേഹം അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അപ്രകാരം ഭൂമിയിൽ രാക്ഷസന്മാരായിട്ട് അവതരിക്കുന്ന സമയത്ത് ഞാൻ ഭൂമിയിൽ രാമനായി അവതരിക്കും.
രാക്ഷസ ശരീരങ്ങളായ നിങ്ങളെ നിഗ്രഹിച്ച് ഞാൻ അന്ന് മോക്ഷം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലയോ നാരായണ സ്വരൂപനായിരിക്കുന്ന രാമ, അങ്ങ് മഹാദേവനും കൂടിയാണ്, സാക്ഷാൽ പരമശിവൻ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഉപദേശിച്ചാലും ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് ഈ 14,000 രാക്ഷസന്മാരും ദിവ്യ സ്വരൂപികളായതിനു ശേഷം, ശ്രീരാമനിൽ നിന്ന് മരണം സ്വീകരിച്ചതിന് ശേഷം ദിവ്യ സ്വരൂപികളായിട്ട് രാമനോട് അപേക്ഷിക്കുകയാണ്. രാമൻ അവരോട് പറയുന്നു, നിങ്ങൾ പരമാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ ധ്യാനിക്കൂ. നിത്യാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തി ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയാണ് ശ്രീരാമൻ. 3.25 നാഴിക കൊണ്ട് 14,000 രാക്ഷസന്മാരെ വധിച്ചത് ആശ്ചര്യം തന്നെയാണ് എന്ന ആ ഒരു വസ്തുത ഇവിടെ ലക്ഷ്മണൻ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. സീതാദേവിയോടൊപ്പം ശ്രീരാമന്റെ സമീപത്തേക്ക് ലക്ഷ്മണൻ എത്തിച്ചേർന്ന് ശ്രീരാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആയുധങ്ങളേറ്റ് മുറിവ് പറ്റിയിരിക്കുന്ന തന്റെ ഭർത്താവിന്റെ ശരീരം കണ്ട് സീതാദേവി ദുഃഖിച്ചു. സീതാദേവി ശ്രീരാമനെ തലോടി എവിടങ്ങളിലെല്ലാമാണോ മുറിവ് പറ്റിയിട്ടുള്ളത് അവിടങ്ങളിലെല്ലാം തന്നെ സീതാദേവി തലോടി ആ മുറിവുകളെല്ലാം തന്നെ മാച്ചു കളഞ്ഞു. സീതാദേവിയുടെ ആ സ്നേഹം കൊണ്ട്, ആ അനുഗ്രഹം കൊണ്ട്, ഭഗവതിയുടെ കൃപാകടാക്ഷം കൊണ്ട് രാമന്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം തന്നെ ഇല്ലാതായി തീർന്നു. ഇതെല്ലാം കണ്ട് ലക്ഷ്മണൻ അതിശയിച്ചു നിൽക്കുകയാണ്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇനിയിപ്പോൾ രാവണന്റെ വരവുണ്ടാകും. അപ്രകാരം ശ്രീരാമൻ ലക്ഷ്മണനോട് അരുളി ചെയ്യുന്നു. 14,000 രാക്ഷസന്മാരെയും യുദ്ധത്തിൽ ശ്രീരാമൻ വധിച്ച വൃത്താന്തം മുനിമാരുടെ ആശ്രമങ്ങളിൽ അറിയിക്കുവാൻ വേണ്ടി ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണനാകട്ടെ ശ്രീരാമന്റെ ഈ വാക്കുകേട്ട് ദണ്ഡകവനത്തിലുള്ള മുഴുവൻ മുനിമാരുടെയും ആശ്രമങ്ങളിൽ എത്തിച്ചേർന്ന് ഖരന്റെയും ദൂഷണന്റെയും ത്രിശിരസിന്റെയും ജീവൻ നശിപ്പിച്ച വൃത്താന്തവും 14,000 രാക്ഷസന്മാരെ വധിച്ച വൃത്താന്തവുമെല്ലാം ഖരദൂഷണ ഋഷിതാക്കളുടെയും 14,000 രാക്ഷസന്മാരുടെയും ജീവൻ രാമൻ നഷ്ടപ്പെടുത്തിയെന്നും അവരെ വധിച്ചുവെന്നും ഉള്ള വൃത്താന്തം അറിയിക്കുകയാണ്. അതെല്ലാം കേട്ട് മഹർഷിമാർക്ക് അതിയായ സന്തോഷമുണ്ടായി. അവർ പരസ്പരം പറഞ്ഞു, അധികം താമസിയാതെ രാക്ഷസ കുലത്തെ മുഴുവൻ ശ്രീരാമൻ വധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന് തർക്കമില്ല എന്ന് പരസ്പരം എല്ലാവരും പറയുകയും എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് ചില സമ്മാനങ്ങൾ ലക്ഷ്മണനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ശ്രീരാമാദികൾക്ക് രാക്ഷസന്മാരുടെ മായ ഏൽക്കാതിരിക്കാനുള്ള ഒരു പടച്ചട്ടയും ഒരു മോതിരവും ഒരു ചൂടാരത്നവും നിർമ്മിച്ച് ലക്ഷ്മണന്റെ കയ്യിൽ അത് കൊടുത്തയക്കുന്നു. അത് ലഭിച്ച സമയത്ത് ശ്രീരാമൻ മോതിരമെടുത്ത് തൻ്റെ വിരലിൽ ധരിക്കുന്നു. ചൂടാരത്നം സീതാദേവിക്ക് നൽകുന്നു. പടച്ചട്ട ലക്ഷ്മണനും നൽകുന്നു. അപ്രകാരം രാവണ ഭഗിനിയായിരിക്കുന്ന ശൂർപ്പണഖ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നേരെ രാവണന്റെ സമീപത്തേക്ക് എത്തിച്ചേരുകയാണ്. അഞ്ജനാശൈലം പോലെ ശൂർപ്പണഖ രാക്ഷസരാജന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ വീണു. മൂക്കും മുലയും കാതും കൂടാതെ ചോരയുമായി അലറുന്ന തൻ്റെ സഹോദരിയെ കണ്ടുകൊണ്ട് രാവണൻ ദുഃഖത്തോടുകൂടിയും കോപത്തോടുകൂടിയും ഭയത്തോടുകൂടിയും ചോദിക്കുകയാണ്, എന്തിതു വത്സേ ചൊല്ലിയിട് എന്നോട് പരമാർത്ഥം, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് എന്നോട് പറഞ്ഞാലും. ഇത്തരത്തിൽ നിന്റെ രൂപത്തിന് കളങ്കം വരുത്തുവാൻ അഥവാ വൈരൂപ്യം വരുത്തുവാൻ എന്താണ് കാരണമായത്? ആരാണ് നിന്റെ ശരീരത്തെ ഇങ്ങനെ ആക്കിയത്? അതാരാണെങ്കിലും എന്നോട് പറഞ്ഞാലും ഞാൻ അയാളെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കുന്നതുണ്ട്. ഇത് കേട്ടപ്പോൾ ശൂർപ്പണഖ രാവണനോട് പറയുന്നു, നീ വെറും മൂഢനാണ്, രാജാവാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. നിന്റെ ചാരന്മാരൊന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നില്ല. ഈ ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ? നീ എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളും ചെയ്തുകൊണ്ട് കൊട്ടാരത്തിൽ യഥാസമയവും കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഖരനും ദൂഷണം ഋഷിരാക്കളും 14,000 രാക്ഷസന്മാരും രാമനാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞു. നീ അത് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? ആ രാമന്റെ
അനുജനാണ് എന്നെ ഇപ്രകാരത്തിലാക്കിയത്, അത് നീ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ രാവണൻ ശൂർപ്പണയോട് ചോദിക്കുന്നു, ഏവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും, ആരാണ് രാമനെന്നും അവൻ എന്തിനാണ് ഖരദൂഷണ തൃശിരാക്കളെയും 14,000 പടയെയും വധിച്ചത് എന്നും നീ പറയണം. അതിന് മറുപടിയായിട്ട് ശൂർപ്പണഖ പറയുന്നു, അല്ലയോ രാക്ഷസ രാജാവേ, അങ്ങ് കേട്ടാലും ഞാൻ ഒരു ദിവസം ജനസ്ഥാന ദേശത്ത് നിന്ന് ആനന്ദത്തോടുകൂടി നാടെല്ലാം കറങ്ങി നടക്കുമ്പോൾ, വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗൗതമി നദിയുടെ സമീപത്ത് എത്തിച്ചേരുകയും അവിടെ പഞ്ചവടിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാശ്രമത്തിൽ ഞാൻ രാമനെ കണ്ടു. ജടാവൽക്കലങ്ങൾ ധരിച്ചുകൊണ്ട്, ചാപബാണങ്ങൾ ധരിച്ചുകൊണ്ട്, തേജസ്സോടുകൂടി താപസ വേഷവും ധരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയോടും സഹോദരനായ ലക്ഷ്മണനോടും ചേർന്ന് അവിടെ നിൽക്കുന്നത് കണ്ടു. അവരുടെ സമീപത്തേക്ക് ഞാൻ ചെല്ലുകയും ശ്രീരാമന്റെ സമീപത്തിരിക്കുന്ന, ശ്രീരാമന്റെ പത്നിയായിരിക്കുന്ന ജാനകി അഥവാ സീത അതിമനോഹരിയാണ്, സുന്ദരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ദേവഗന്ധർവ നാഗ മാനുഷനാരിമാരിൽ ഒന്നും തന്നെ ഇതുപോലൊരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. ലക്ഷ്മി ദേവി, പാർവതി, സരസ്വതി, ശചീദേവി തുടങ്ങിയിട്ടുള്ള അപ്സരസുന്ദരികൾ തുടങ്ങിയിട്ടുള്ള എല്ലാവരും തന്നെ അവളെ കാണുമ്പോൾ നാണിച്ചൊളിക്കുന്ന രീതിയിലുള്ള അതിമനോഹരിയായിട്ടുള്ള സുന്ദരിയാണ് രാമ പത്നിയായിട്ടുള്ള സീതാദേവി. അവൾ അടുത്തുള്ളത് കൊണ്ടാണ് ശ്രീരാമന്റെ അനുഗ്രഹവും ശ്രീരാമന്റെ ഐശ്വര്യമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ത്രൈലോക്യ ചക്രവർത്തിയായി നിനക്ക് എന്തുകൊണ്ടും യോജിച്ചവളാണ് അവൾ എന്ന് കരുതിയിട്ട് അവളെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അപ്പോൾ ശ്രീരാമന്റെ കൽപ്പനയനുസരിച്ച് ലക്ഷ്മണൻ എന്നെ വിരൂപയാക്കിയതാണ് എന്ന് പറയുകയാണ്. ഈ വൃത്താന്തം ഞാൻ ഖരനോട് പോയി പറഞ്ഞു. ഖരനും ദൂഷണനും തൃശ്ശിരാവും ഈ വൃത്താന്തം ഞാൻ ഖരനെ അറിയിച്ചു. ഖരദൂഷണ തൃശ്ശിരാക്കളും 14,000 രാക്ഷസന്മാരും രാമനോട് എതിരിടുവാൻ വേണ്ടി ചെന്നു. 3.25 നാഴിക കൊണ്ട് അവരെ എല്ലാവരെയും രാമൻ വധിച്ചു. രാമന്റെ ആ വിസ്മയം നേരെ അറിയേണ്ടത് തന്നെയാണ്. രാമന്റെ ആ ഐശ്വര്യം എന്ന് പറയുന്നത് രാമന്റെ കൂടെയുള്ള ജാനകിയാണ്, സീതയാണ്. അല്ലയോ രാവണ, നിനക്ക് ആ സീതയെ കൊണ്ടുവരികയാണ് എങ്കിൽ നിനക്കും ആ ഭാഗ്യമെല്ലാം തന്നെ വന്നു ചേരും. രാമനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ശക്തി നിനക്കില്ല. ആർക്കും രാമനെ തോൽപ്പിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും വിധേന സീതാദേവിയുടെ സമീപത്ത് നിന്ന് ആ കുമാരന്മാരെ മോഹിപ്പിച്ച് കുമാരന്മാരുടെ സമീപത്ത് നിന്ന് സീതയെ മാറ്റിയാൽ മാത്രമേ നിനക്ക് സീതയെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ എന്തെങ്കിലും ചെയ്ത് നീ അവളെ കൊണ്ടുവന്നാലും നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് ശൂർപ്പണഖ പറയുകയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതൊന്നുമല്ല. ശൂർപ്പണഖ രാമനെ പ്രാപിക്കുവാൻ വേണ്ടി, രാമനെ കല്യാണം കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചതിനാണ് പോയത്. പക്ഷെ ഇവിടെ രാവണന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ശൂർപ്പണഖ പറയുന്ന വിഷയം തന്നെ മാറ്റിയാ പറയുന്നത്. സീതാദേവിയെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരുവാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ പോയി എന്ന രീതിയിലേക്ക് വിഷയത്തെ മാറ്റുന്നു സാന്ദർഭികമായിട്ട്. കാരണം എങ്കിൽ മാത്രമേ രാവണന് അതിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ശൂർപ്പണഖ ചിന്തിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം കേട്ട് അതിനുള്ള മറുപടി ചെയ്യുക തന്നെ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് രാവണൻ തൻ്റെ അന്തഃപുരത്തിലേക്ക്, മണിയറയിലേക്ക് പ്രവേശിച്ചു. യാതൊരു തരത്തിലും രാവണൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല. രാവണൻ ചിന്തിക്കുകയാണ്, മർത്യനാൽ 3.25 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. കേവലം 3.25 നാഴിക കൊണ്ട് മനുഷ്യനായ രാമനെ കൊണ്ട്, അഥവാ രാമനാൽ ഏറ്റവും യുദ്ധവൈദഗ്ധ്യമേറുന്ന സോദരന്മാരും അഥവാ ഖരനും ദൂഷണനും തൃശിരസും 14,000 സൈന്യവും രാക്ഷസന്മാരും കേവലം 3.25 നാഴിക കൊണ്ട്
മനുഷ്യനായ രാമനാൽ വധിക്കപ്പെട്ടു എന്നത് അത്ഭുതത്തോടുകൂടി രാവണൻ ഓർക്കുകയാണ്. രാവണൻ തീരുമാനിക്കുന്നു, വ്യക്തം മാനുഷനല്ല രാമൻ എന്നത്. നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണം. ഇവിടെ രാവണൻ തൻ്റെ സംശയത്തെ ഉറപ്പിക്കുകയാണ്. ഈ രാമൻ കേവലം മനുഷ്യനല്ല എന്ന് എനിക്ക് തോന്നുന്നു. ബ്രഹ്മദേവൻ മുമ്പ് പ്രാർത്ഥിച്ച കാരണം കൊണ്ട് ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷാൽ മുകുന്ദൻ നാരായണൻ അവതരിച്ചതാണ് എന്ന് എനിക്ക് ഉറപ്പായി. ഇന്ന് ഭൂതലെ രഘുകുലെ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ട് വന്നാൻ. ഇന്ന് രഘുകുലത്തിൽ മനുഷ്യനായിട്ട് പിറന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എന്നെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്കിലോ ചെന്ന് വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ, അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യം. അങ്ങനെയാണ് എങ്കിൽ ശ്രീരാമൻ എന്നെ വധിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാമന്റെ സഹായമേറ്റ് മരണത്തെ സ്വീകരിച്ച് എനിക്ക് വൈകുണ്ഠ രാജ്യം പ്രവേശിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ എന്നും ഈ രാക്ഷസ രാജ്യമേ എനിക്ക് ലഭിക്കുകയുള്ളൂ. അല്ലൽ ഇല്ലൊന്നുകൊണ്ടും മനസ്സ് നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിന് എല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ട്. അതുകൊണ്ട് കല്യാണപ്രിയനായിട്ടുള്ള മംഗളദായകനായിട്ടുള്ള രാമനോട് എതിരിടുന്നതിന് ഞാൻ യാതൊരു തരത്തിലും മടിക്കേണ്ട കാര്യമില്ല. അപ്രകാരം രാവണൻ തത്വജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞ് രാവണൻ പറയുകയാണ്, വിദ്വേഷ ബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. വിദ്വേഷ ബുദ്ധിയോട് കൂടിയിട്ട്, വിരോധഭാവത്തോടു കൂടിയിട്ട് രാമനെ പ്രാപിക്കുവാനേ എനിക്ക് സാധിക്കൂ. ഭക്തി കൊണ്ട് എന്നിൽ ഭഗവാൻ പ്രസാദിക്കുകയില്ല. രാവണന്റെ മുൻപ് ചെയ്ത കർമ്മങ്ങളെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ രാവണൻ തീരുമാനിക്കുന്നത്, തനിക്ക് ഭക്തി കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് വിദ്വേഷ ബുദ്ധിയിൽ രാമനെ പ്രാപിച്ചാൽ രാമന്റെ സായകമേറ്റ് തനിക്ക് മരണം സംഭവിക്കും, തനിക്ക് മോക്ഷം ലഭിക്കുമെന്ന് തത്വജ്ഞാനിയായ രാവണൻ തിരിച്ചറിയുകയാണ്. ഇപ്രകാരം ചിന്തിച്ച് രാത്രി കഴിഞ്ഞു. ഉദയം വന്നപ്പോൾ, സൂര്യൻ ഉദിച്ച സമയത്ത് രാവിലെ രാവണൻ നേരെ സമുദ്രത്തിന്റെ മറുവശത്തുള്ള മാരീചാശ്രമത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ മൗനവും പൂണ്ട് ജടാവൽക്കലാദികൾ ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുകൊണ്ട്, രാമ 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 ജപിച്ചുകൊണ്ട്, സമാധി പൂണ്ട് ധ്യാനത്തോടുകൂടി വസിക്കുന്ന മാരീചന്റെ സമീപത്തേക്ക് രാവണൻ എത്തിച്ചേർന്നു. രാവണനെ കണ്ട് ആനന്ദദായകമായ രാമനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മരീചൻ രാവണനെ കണ്ടിട്ട് ഭയത്തോടു കൂടിയിട്ട്, ലോകോപദ്രവകാരിയായ രാവണൻ, ലോകത്തിന് ഉപദ്രവകാരിയായ രാവണനെ കണ്ടിട്ട് മാരീചൻ ചോദിക്കുകയാണ്, പൂജിച്ചുകൊണ്ട് യഥാവിധി മാനിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന് പോലും തോന്നുന്നു ഭാവത്തിങ്കൽ. എന്താണല്ലയോ രാവണ, അങ്ങ് തനിയെ ഇവിടേക്ക് എത്തിയത്? എന്തോ മനസ്സിലൊരു ചിന്തയുള്ളതായിട്ട് തോന്നുന്നു. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളവരിൽ മുമ്പനല്ലോ. ഞാൻ അങ്ങയുടെ ആഗ്രഹങ്ങളെയൊക്കെ നടത്തുന്നവരിൽ ഏറ്റവും മുമ്പനായിട്ടുള്ളവനാണല്ലോ. രഹസ്യമല്ലാത്ത കാര്യമാണ് എങ്കിൽ എന്നോട് പറഞ്ഞാലും ഞാൻ കഴിയുന്നത് പോലെ സഹകരിക്കാം, സഹായിക്കാം. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. ന്യായമായ കാര്യമാണെങ്കിൽ, അന്യായമല്ലാത്ത ധർമ്മം അനുഷ്ഠിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കാമെന്ന് മാരീചൻ രാവണനോട് പറയുന്നു. രാവണൻ തിരിച്ചു മറുപടി പറയുകയാണ്, ആരുമില്ല എനിക്ക് നിന്നെ പോലെ മുട്ടുന്നേരം. എനിക്ക് കാര്യങ്ങൾക്ക് തടസ്സം വരുന്ന സമയത്ത് സഹായിക്കാൻ എനിക്ക് നിന്നെ പോലെ മറ്റാരുമില്ല. സാകേതാധിപനായ രാജാവ് ദശരഥൻ പിന്നീട് പറയുകയാണ്, ദശരഥന്റെ മക്കൾ രാമലക്ഷ്മണന്മാർ എന്ന രണ്ടാളുകൾ കൊണ്ട് എനിക്കിപ്പോൾ അഭിമാനത്തിന് കോട്ടം തട്ടിയിരിക്കുന്നു. കോമളഗാത്രിയായിരിക്കുന്ന ഒരു നാരീമണി അവരുടെ കൂടെയുണ്ട്. രാമന്റെയും ലക്ഷ്മണന്റെയും കൂടെ സീത എന്ന് പറയുന്ന ഒരു കോമളഗാത്രിയുണ്ട്. യാതൊരു കാരണവുമില്ലാതെ അവരെ കാണുവാൻ വേണ്ടി പോയ ദണ്ഡകവനത്തിൽ അവരെ കാണുവാൻ വേണ്ടി പോയ എൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ യാതൊരു കാരണവുമില്ലാതെ അവരിൽ ഇളയവനായ ലക്ഷ്മണൻ സഹോദരി ശൂർപ്പണഖയുടെ കാതും മൂക്കുമെല്ലാം മുറിച്ച് വിരൂപയാക്കി തീർത്തിട്ടുണ്ട്.
ഇതറിഞ്ഞ ഖരൻ 14,000 പടയോടും ദൂഷൻ, ത്രിശിരസ് എന്നിവരോടും ചേർന്ന് രാമലക്ഷ്മണന്മാരോട് എതിരിടാൻ വേണ്ടി ചെന്നു. രാമനാകട്ടെ അവരെല്ലാം തന്നെ 3.25 നാഴിക കൊണ്ട് സംഹരിച്ചു കളഞ്ഞു. അതുകൊണ്ട് രാമന്റെ ഭാര്യയായ സീതയെ ഞാൻ അപഹരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. അതിന് നീ എനിക്കൊരു സഹായം ചെയ്യണം. ഒരു പൊൻനിറമുള്ള മാനിന്റെ രൂപം ധരിച്ചുകൊണ്ട് സീതയുടെ മുമ്പിൽ ചെന്ന് അവളെ മോഹിപ്പിക്കുകയും രാമലക്ഷ്മണന്മാരെ സീതയുടെ സമീപത്തു നിന്ന് ദൂരേക്ക് അകറ്റുകയും വേണം. ആ സമയത്ത് ഞാൻ സീതയെ അപഹരിച്ച് കൊണ്ടുവരികയും ചെയ്യും. ഇത് നീ എനിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ആഗ്രഹവും നിന്നെ കൊണ്ട് എനിക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് കേട്ട സമയത്ത് ഭയത്തോടെ മാരീചൻ പറയുകയാണ്, ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോട്, അവൻ നിന്നുടെ ശത്രുവല്ലോ. അല്ലയോ രാവണ, നിന്നോട് ഈ ഉപദേശം ആരാണ് നൽകിയത്? ആര് നൽകിയാലും നിന്റെ മിത്രമല്ല അവൻ. നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ആരോ ആണ് നിന്നോട് ഈ ഒരു ഉപദേശം നൽകിയിട്ടുള്ളത്. കാരണം രാമൻ കേവലം മനുഷ്യനല്ല. ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണ്, മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്റെ പത്നിയെയാണ് നീ അപഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ മഹാവിഷ്ണുവിനോടാണ്, നാരായണനോടാണ് നീ യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. അല്ലയോ രാവണ, രാ എന്ന പദം കേൾക്കുന്നത് പോലും എനിക്ക് ഭയമാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, മാമകേ രാജരത്ന രമണി രഥാദികൾ, രാ എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് തുടങ്ങുന്ന വാക്കുകൾ കേൾക്കുമ്പോഴേക്ക് തന്നെ ഞാൻ ഭയപ്പെടാറുണ്ട്. അത്രയ്ക്കും രാമനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ. ഞാൻ അതിന്റെ പരമാർത്ഥം അറിഞ്ഞിട്ടുണ്ട്. നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പണ്ട് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പത്മലോചനൻ സാക്ഷാൽ മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ദശരഥന്റെ മകനായിട്ട് രഘുകുലത്തിൽ രാമൻ എന്ന പേരോടുകൂടി അവതരിക്കുമെന്നും ഈ ലോകത്തുള്ള മുഴുവൻ രാക്ഷസാദികളെയും വധിക്കുമെന്നും വാക്ക് കൊടുത്തിട്ടുള്ളതാണ് രാവണ. അതുകൊണ്ട് നീ നിന്റെ ആഗ്രഹത്തെ ഉപേക്ഷിച്ചാലും എന്ന് പറയുന്നു. മാനവനല്ല രാമൻ, സാക്ഷാൽ ശ്രീ നാരായണൻ താനെന്ന് ധരിച്ച് സേവിച്ചു കൊള്ളുക ഭക്തിയാ. കേവലം മനുഷ്യനല്ല രാമൻ എന്ന് മനസ്സിലാക്കിയിട്ട് സാക്ഷാൽ നാരായണനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് രാമനെ സേവിച്ചുകൊണ്ട് രാവണ നീ വസിച്ചാലും എന്ന് മാരീചൻ പറയുകയാണ്. അത് കേട്ട് രാവണൻ പറയുന്നു, നീ എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നിന്റെ തപശക്തി കൊണ്ട് നീ എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. കാരണം രാവണന് ഇത് നേരത്തെ തന്നെ അറിയാമെന്ന് നമ്മൾ കണ്ടു. രാവണൻ പറയുകയാണ്, ഹേ മാരീച, താങ്കൾ പരമാർത്ഥമൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. താങ്കൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, സാക്ഷാൽ ശ്രീരാമൻ നാരായണനാണ് എന്നും ആ ശ്രീരാമൻ എന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചത് എന്നും നീ പറയുന്നുണ്ടല്ലോ. ശരി തന്നെ. അങ്ങനെയെങ്കിൽ ശ്രീരാമന്റെ അവതാര ലക്ഷ്യം നിറവേറാതിരിക്കുമോ? അതായത് എന്നെ രാമൻ വധിക്കാതിരിക്കുമോ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവണ്ണമല്ല അല്ലെന്നാക്കുവാൻ ആളാരടൂ. അങ്ങനെ അല്ലാതാക്കുവാൻ വേണ്ടി ആർക്കാണ് സാധിക്കുക? രാമൻ അവതരിച്ചത് എന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ അല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിൽ വരുത്താതെ പിൻവാങ്ങുന്ന പ്രശ്നമില്ല. അല്ലയോ മരീച, അതുകൊണ്ട് അങ്ങ് മടിക്കാതെ എഴുന്നേൽക്കുക. ഒരു പൊന്മാന്റെ വേഷം ധരിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരെ ദൂരേക്ക് ആക്കുക. ആ സമയത്ത് ഞാൻ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നുകൊള്ളാം. എന്നിട്ട് നീ പഴയതുപോലെ സുഖമായി ഇവിടെ വസിക്കൂ. ഇനി നീ അതിന് തടസ്സം നിൽക്കുകയാണ് എങ്കിൽ എൻ്റെ വാളിന്റെ ഇരയായിട്ട് നിന്നെ ഞാൻ മാറ്റുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ മാരീചൻ അല്പം ഭയത്തോടുകൂടിയും ദുഃഖത്തോടുകൂടിയും എന്നാൽ അല്പം സന്തോഷത്തോടു കൂടിയുമാണ് മറുപടി പറയുന്നത്. ഭയത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണം രാവണൻ പറയുന്നത് കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. സന്തോഷത്തിന്റെ കാരണം ഇവിടെ രാവണന്റെ വാളുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ശ്രീരാമന്റെ കൈകൊണ്ടുള്ള മരണമാണ് എന്ന് മാരീചൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നു. എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ രാമചന്ദ്ര, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ പൊന്മാന്റെ വേഷം ധരിച്ച് രാവണാദികളെ അകറ്റുവാൻ വേണ്ടിയിട്ട്, സീതയുടെ സമീപത്ത് നിന്ന് അകറ്റുവാൻ വേണ്ടിയിട്ട് മാരീചൻ തയ്യാറാവുന്നത്. അപ്രകാരത്തിൽ മാരീചൻ ഉടൻ തന്നെ ഒരു സ്വർണവർണ്ണമുള്ള മാനിന്റെ രൂപം പൂണ്ടു. രാവണൻ അത് കണ്ട് സന്തോഷത്തോടുകൂടി തേരിലേറി യാത്ര തിരിച്ചു. സീതാദേവിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് രാവണൻ ആ തേരിലേറിയിട്ട് അങ്ങോട്ട് യാത്ര തിരിക്കുന്നത്. മാരീചനാകട്ടെ മനോഹരമായിട്ടുള്ള ഒരു സ്വർണ്ണ നിറമുള്ള പൊന്മാന്റെ വേഷം ധരിച്ചു.
സ്വർണ്ണ നിറമുള്ള ശരീരത്തിൽ വെളുത്ത പുള്ളികളുള്ള പൊന്മാനാണ്. നീലക്കല്ലുകൾ പോലെ തിളങ്ങുന്ന മനോഹരമായിട്ടുള്ള കണ്ണുകളുണ്ട്. അപ്രകാരത്തിൽ സകല ലീലാവിലാസങ്ങളോട് കൂടിയിട്ട് തുള്ളിച്ചാടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചുകൊണ്ട് ആ പൊന്മാൻ ഇവിടെ ശ്രീരാമ ലക്ഷ്മണ സീതാമാരുടെ സമീപത്തേക്ക് എത്തിച്ചേരുകയാണ്. രാമാശ്രമത്തിന് സമീപത്ത് കൂടി അത്തരത്തിലൊരു സ്വർണ്ണ നിറമുള്ള പൊന്മാൻ തുള്ളിച്ചാടി നടക്കുന്നത് കണ്ട് സീതാദേവിക്ക് വളരെ വളരെ കൗതുകം തോന്നി. ആ സ്വർണ്ണ നിറമുള്ള ശരീരമുള്ള ആ പൊന്മാൻ, വെളുത്ത പുള്ളികളുള്ള നീല കണ്ണുകളുള്ള ആ പൊന്മാൻ രാമചന്ദ്രാശ്രമത്തിന് ചുറ്റും കളിക്കുന്നത് കണ്ട് എല്ലാം അറിയുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീ രാമചന്ദ്ര മഹാപ്രഭു ഇത് രാവണന്റെ ഉദ്ദേശമാണ്, രാവണന്റെ സങ്കല്പമാണ്, രാവണന്റെ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സീതാദേവിയോട് അതീവ രഹസ്യമായിട്ട് പറയുന്നു, അല്ലയോ ദേവി, രാവണൻ നിന്നെ അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സന്യാസവേഷം ധരിച്ച് ഇവിടെ എത്തും. നീ അത് മനസ്സിലാക്കുക. നീ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ പർണശാലയിൽ നിന്റെ മായാസ്വരൂപത്തെ, മായാസീതയെ ഇവിടെ വച്ചിട്ട് നീ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കണം. 1 വർഷത്തിനകം രാവണനെ വധിച്ച് ഞാൻ തിരികെ വരുമ്പോൾ, ധർമ്മം പുനഃസ്ഥാപിച്ച് വരുമ്പോൾ, അന്ന് മായാസീതയെ അഗ്നിമണ്ഡലത്തിൽ നിന്ന് സീതയെ സ്വീകരിച്ച് മായാസീതയെ ഉപേക്ഷിക്കുന്നതാണ്. അഥവാ 1 വർഷത്തിനകം രാവണവധം കഴിഞ്ഞ് ധർമ്മ സംസ്ഥാപനം ചെയ്ത് അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന നിന്നെ ഞാൻ സ്വീകരിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഇത് കേട്ട് സീതാദേവി മായാസീതയെ പർണശാലയിൽ വച്ചിട്ട് അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്നു ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനോടൊത്തു ചേർന്ന്. അപ്രകാരം മായാനിർമ്മിതമായ ആ സ്വർണമയമായ പൊന്മാനെ കണ്ട് മായാസീത രാമനോട് പറയുകയാണ്, ഭർത്താവേ, എന്ത് മനോഹരമായിട്ടുള്ള ഒരു പൊന്മാനാണ് ഈ കളിച്ചു നടക്കുന്നത്. അതിൻ്റെ സ്വർണ്ണ വർണ്ണങ്ങൾ നോക്കൂ, അതിലുള്ള ആ വെളുത്ത പുള്ളികൾ നോക്കൂ, ആ നീല കണ്ണുകൾ നോക്കൂ, എന്ത് മനോഹരമാണ് അതിനെ കാണുവാൻ. അതിന് നമ്മളോട് അടുപ്പമുണ്ടെന്ന് തോന്നുന്നു. അത് ഓടിക്കളിക്കുകയും നമ്മോട് അടുത്ത് വരികയും പിടിക്കാൻ ഭാവിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഓടിക്കളിക്കുകയും അങ്ങനെ കൊച്ചുകുട്ടികൾ കളിക്കുന്നത് പോലെ നമ്മോടൊപ്പം ആ പൊന്മാൻ കളിക്കുന്നുണ്ട്. അല്ലയോ രാമ, പ്രഭോ, എനിക്ക് ആ പൊന്മാനെ പിടിച്ചു കൊണ്ടു തന്നാലും എന്ന് പറയുന്നു. സീതയുടെ വാക്കുകൾ കേട്ട് രാമൻ ലക്ഷ്മണനെ നോക്കി. ലക്ഷ്മണനോട് പറയുന്നു, സഹോദര, നീ സീതയെ കാത്തുകൊള്ളുക. അവൾക്ക് യാതൊരു തരത്തിലുള്ള ഭയം ഉണ്ടാകരുത്. കാരണം ഇവിടെ ഒരുപാട് രാക്ഷസന്മാരുള്ള സ്ഥലമാണ്. സീതയെ യാതൊരു തരത്തിലും ഭയം കൂടാതെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പും വില്ലും ധരിച്ച് ശ്രീരാമൻ ആ പൊന്മാനെ പിടിക്കുവാനായിട്ട് പുറപ്പെട്ടു. മാനിനെ പിടിക്കാൻ രാമൻ നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട്. അടുത്തേക്ക് എത്തുന്ന സമയത്ത് പൊന്മാൻ ദൂരേക്ക് ഓടിമറയും. വീണ്ടും അവിടെ നിൽക്കുന്ന സമയത്ത് രാമൻ അടുത്തേക്ക് ചെല്ലും, വീണ്ടും ഓടിമറയും. അങ്ങനെ രാമാശ്രമത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് രാമചന്ദ്രനെ ഈ പൊന്മാൻ എത്തിക്കുകയാണ്. പൊന്മാനെ പിടിക്കുവാൻ യാതൊരു തരത്തിലും സാധിക്കുന്നില്ല എന്ന് കണ്ട ശ്രീരാമൻ തൻ്റെ അമ്പും വില്ലും എടുത്ത് ഒരു അസ്ത്രമെയ്ത് ആ പൊന്മാനിലേക്ക് പ്രയോഗിക്കുകയാണ്. അമ്പേറ്റ് നിലത്ത് വീണ പൊന്മാൻ രാക്ഷസരൂപം ധരിക്കുന്നു, മാരീചൻ സ്വരൂപം ധരിക്കുന്നു. ഇത് മാരീചൻ തന്നെയാണ് എന്ന് ലക്ഷ്മണൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന കാര്യം ശ്രീരാമൻ ഓർക്കുന്നു. എന്നാൽ ആ സമയത്ത് നിലത്ത് വീണ മാരീചൻ ശ്രീരാമന്റെ ശബ്ദത്തിലാണ് കരയുന്നത്. ഹാ ലക്ഷ്മണ, മമ സഹോദര, എൻ്റെ സഹോദര, ഈ വിധി കൊണ്ട് എനിക്ക് ഇങ്ങനെ ആപത്ത് സംഭവിച്ചിരിക്കുന്നു, നീ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്നു ശ്രീരാമന്റെ ശബ്ദത്തിൽ. ഭഗവാന്റെ ശബ്ദത്തിൽ രാക്ഷസൻ പുറപ്പെടുവിച്ച ദയനീയമായ കരച്ചിൽ കേട്ട് സീതാദേവി വളരെ വളരെ ദുഃഖിതയാവുന്നു. സീതാദേവി ലക്ഷ്മണനോട് പറയുന്നു, ഹേ ലക്ഷ്മണ, ജ്യേഷ്ഠനെ ഏതോ രാക്ഷസന്മാർ ഉപദ്രവിക്കുന്നുണ്ട്, നീ വേഗം ചെല്ലൂ. ജ്യേഷ്ഠന്റെ കരച്ചിൽ കേൾക്കുന്നില്ലേ? വളരെ പെട്ടെന്ന് നീ പോയിട്ട് ജ്യേഷ്ഠനെ സംരക്ഷിക്കൂ, അല്ലെങ്കിൽ ജ്യേഷ്ഠനെ അവർ ഉപദ്രവിക്കും എന്ന് പറയുന്നു. സീതാദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ലക്ഷ്മണൻ പറയുകയാണ്, ദുഃഖിയായ കാര്യയെ ദേവി കേൾക്കണം മമവാക്യം. അല്ലയോ ശ്രേഷ്ഠയായിട്ടുള്ള ദേവി, ഭഗവതി, എൻ്റെ വാക്ക് കേട്ടാലും. ഇവിടെ വന്ന പൊന്മാൻ അത് മാരീചനാണ്, അവൻ കള്ളനാണ്, അവനാണിപ്പോൾ ജ്യേഷ്ഠന്റെ ശബ്ദത്തിൽ കരയുന്നത്. അന്ധനായി ഞാനും ഇതു കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. ഇത് ജ്യേഷ്ഠനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിന്നെ അവർക്ക് അപഹരിക്കാമല്ലോ.
മറ്റൊരു കാര്യം അല്ലയോ ദേവി, അവിടുന്ന് അറിയണം, ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ല രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ഈ ലോകത്തിൽ ആർക്കും തന്നെ ശ്രീരാമനെ ജയിക്കുവാൻ സാധ്യമല്ല, ശ്രീരാമനിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീരാമനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് നീ അറിയണം. ശ്രീരാമനെ മറികടക്കുവാൻ സാധ്യമല്ല എന്ന് നീ മനസ്സിലാക്കണം. ആർത്തനാദവും മമ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല. ഇതുപോലെ നിലവിളിക്കുന്നത് എന്റെ ജ്യേഷ്ഠൻ ചെയ്യാറില്ല. ആർത്തനാദം ശ്രീരാമൻ ഉണ്ടാവുകയില്ല. ഇതെല്ലാം രാത്രിചാരികളുടെ മായയാണ്, രാത്രിചാരികളുടെ രാക്ഷസന്മാരുടെ മായയാണ് എന്ന് മനസ്സിലാക്കിയാലും വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരും. വിശ്വനായകനായ രാമൻ കോപിക്കുകയാണെങ്കിൽ അരനിമിഷം കൊണ്ട് ഈ ലോകം തന്നെ ഇല്ലാതായി തീരും. അങ്ങനെയുള്ള എന്റെ ജ്യേഷ്ഠന്റെ രാമന്റെ മുഖത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആർത്തനാദം ഉണ്ടാവുകയില്ല എന്ന് അല്ലയോ മാതാവേ അവിടുന്ന് മനസ്സിലാക്കിയാലും എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് സീതാദേവി ലക്ഷ്മണനോട് പറയുന്ന വാക്കുകൾ കഠോരമാണ്. രക്ഷോ ജാതിയിലത്ര നീയുമുണ്ടായി നൂനം, ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. സീതാദേവി ഇവിടെ ലക്ഷ്മണനോട് പറയുന്നു, നീയും രാക്ഷസകുലത്തിലാണോ ജനിച്ചത്? ജ്യേഷ്ഠന്റെ നാശം കാണുവാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടോ? ഞാനത് മനസ്സിലാക്കിയില്ലല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ. നോക്കൂ, രാമന്റെ നാശം കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭരതന്റെ കൽപ്പന അനുസരിച്ച്, അവന്റെ ആഗ്രഹം അനുസരിച്ചാണ്, അവൻ നിയോഗിച്ചിട്ടാണ് നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നത് എന്ന് പോലും എനിക്ക് തോന്നുന്നു. ഇനി രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ട് അങ്ങ് ചെല്ലുവാൻ, രാമൻ ഇല്ലാതായി കഴിഞ്ഞാൽ എന്നെയും അയോധ്യയിലേക്ക് ഭരതന്റെ സമീപത്തേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി നിനക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും നിനക്ക് എന്നെ അങ്ങനെ കിട്ടുകയില്ല. ഞാൻ എന്റെ ജീവനെ തന്നെ ഉപേക്ഷിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ. ചേതസി ഭാര്യാഹരണോദ്ധ്യതനായി നിന്നെ സോദര ബുദ്ധിയാ ധരിച്ചില്ല രാഘവൻ. ഭാര്യയെ അപഹരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ നടക്കുന്നത് എന്ന് രാമൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിന്നോടുള്ള സഹോദര ബന്ധം കൊണ്ട്, സഹോദര സ്നേഹം കൊണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കൂ, രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ, രാമപാദങ്ങളാണേ തീണ്ടുകയില്ലല്ലോ. രാമനാണേ സത്യം, ഞാൻ രാമനെ അല്ലാതെ മറ്റൊരു പുരുഷനെ ആഗ്രഹിക്കുക പോലുമില്ല എന്ന് ലക്ഷ്മണ നീ അറിഞ്ഞാലും. ഇത്രയും കേട്ടപ്പോൾ ലക്ഷ്മണന് സഹിക്കാൻ വയ്യ. ലക്ഷ്മണന് സത്വരം കാത് രണ്ടും പൊത്തിയിട്ട്, ചെവികൾ രണ്ടും പൊത്തിയിട്ട് പറയുന്നു, നിനക്ക് നാശം അടുത്തിരിക്കുന്നിതു. സീതാദേവി, അവിടത്തേക്ക് നാശത്തിന്റെ സമയമായിട്ടുണ്ട്. ഭാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാ. അത് ഞാൻ വിചാരിച്ചാൽ ഒരിക്കലും തടുക്കാൻ സാധിക്കുകയുമില്ല. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ? നിനക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്? ക്രൂരചിത്തം നാരികൾക്ക്, ഇപ്രകാരത്തിൽ പറയാനുള്ള മനസ്സ് സ്ത്രീകൾക്ക് ഒരു ക്രൂരതയാണല്ലോ. സ്ത്രീകൾക്കുള്ള മനസ്സ് ക്രൂരതയാണല്ലോ. എന്നിട്ട് ലക്ഷ്മണൻ വനദേവതമാരെ സീതാദേവിയെ ഏൽപ്പിക്കുകയാണ്. വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ, മനുവംശാധീശ്വര പത്നിയ വഴി പോലെ. വനദേവതമാരെ, ദേവിയെ അവിടുന്ന് സംരക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വനദേവതമാരെ സീതയെ വനദേവതമാരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ അന്വേഷിച്ചുകൊണ്ട് ലക്ഷ്മണൻ അവിടെ നിന്നും പുറപ്പെടുന്നു. ഇത്രയുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പാഠ്യഭാഗം. ഇതിൽ പ്രധാനമായിട്ട് ഖരവധം, ആദ്യം നമ്മൾ ആരംഭിച്ചത് ഖരവധത്തിലാണ്. ശൂർപ്പണഖ തനിക്കുണ്ടായ ആശാഭംഗം കൊണ്ട് ഖരനോട് തൻ്റെ വൃത്താന്തമൊക്കെ അറിയിക്കുകയും രാമലക്ഷ്മണന്മാർ അവരുടെ കയ്യിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഖരൻ 14 രാക്ഷസന്മാരെ വിടുന്നു. അവർ നിസ്സംശയം അല്പസമയം കൊണ്ട് തന്നെ അവരെ ശ്രീരാമൻ വധിക്കുന്നു. തുടർന്ന് ഖരനും ദൂഷണനും തൃശ്ശിരസും 14,000 രാക്ഷസന്മാരും കൂടി രാമനെ എതിരിടാൻ വേണ്ടി പോകുന്നു. കേവലം 3.25 നാഴിക സമയം കൊണ്ട് ഖരദൂഷണ തൃശ്ശിരാക്കളെ 14,000 രാക്ഷസന്മാരെ രാമൻ ഒറ്റയ്ക്ക് വധിക്കുന്നു. അവിടെ ഈ 14,000 രാക്ഷസന്മാർ ദിവ്യ സ്വരൂപികളായിട്ട് മാറുകയാണ് രാമന്റെ സായകമേറ്റ് മരണപ്പെട്ടപ്പോൾ സംഭവിക്കുന്നത്. അവർ വിശേഷ രൂപം ധരിച്ചുകൊണ്ട് ശ്രീരാമനോട് പറയുന്നു, ഞങ്ങൾ മുൻ ജന്മങ്ങളിൽ പരമശിവനെ, മഹാദേവനെ തപസ് ചെയ്തുകൊണ്ട് മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് മഹാദേവൻ, പരമേശ്വരൻ പറഞ്ഞു, അയോധ്യയിൽ ദശരഥന്റെ മകനായിട്ട് രാമനായിട്ട് ഞാൻ അവതരിക്കും, അന്ന് നിങ്ങൾക്ക് മോക്ഷത്തെ നൽകാം എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ടല്ലയോ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തിയായിരിക്കുന്ന, നാരായണന്റെ അവതാരമൂർത്തിയായിരിക്കുന്ന ശ്രീരാമചന്ദ്ര, അങ്ങ് പരമശിവനും കൂടിയാണ് എന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നു, ഞങ്ങൾക്ക് മോക്ഷത്തെ ഉപദേശിച്ചാലും എന്ന് പറയുന്നു.
ഇത് കേട്ട് ശ്രീരാമൻ അവരോട് ബ്രഹ്മത്തെ പ്രാപിക്കുവാനുള്ള മാർഗത്തെക്കുറിച്ചും ബ്രഹ്മപദത്തെക്കുറിച്ചുമെല്ലാം തന്നെ പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നു. തുടർന്ന് ഖരദൂഷണ തൃശ്ശിരാക്കളുടെ മരണത്തിന് ശേഷം ദുഃഖത്തോടു കൂടിയിട്ട് ശൂർപ്പണഖ രാവണ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. ശൂർപ്പണഖയുടെ വിരൂപത കണ്ട് ക്രോധത്തോടു കൂടിയിട്ട് ആശങ്കയോട് കൂടിയിട്ട് രാവണൻ ശൂർപ്പണഖയോട് ചോദിക്കുന്നു, ആരാണ് നിന്നെ ഇത്തരത്തിലാക്കിയത് എന്ന്. ശൂർപ്പണഖ രാവണനെ കുറെ കുറ്റപ്പെടുത്തുന്നു. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നു. നീ എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങിക്കൊള്ളൂ, രാജാവാണെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ്. അതിനുശേഷം ശൂർപ്പണഖ പറയുന്നു, ഖരദൂഷണ തൃശ്ശിരാക്കളെ 14,000 രാക്ഷസരെയൊക്കെ രാമൻ 3.25 നാഴിക കൊണ്ട് വധിച്ചു. രാമന്റെ അനുജനാണ് എന്നെ ഇപ്രകാരത്തിലാക്കിയത് എന്ന് പറയുന്നു. രാവണൻ ചോദിക്കുന്നു, ആരാണ് രാമൻ? കേവലം 3.25 നാഴിക കൊണ്ട് ഖരദൂഷണ തൃശ്ശിരാക്കളെ വധിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ശൂർപ്പണഖ ആ വൃത്താന്തമൊക്കെ പറയുകയാണ്. ഗൗതമി തീരത്തുകൂടി ഞാൻ സഞ്ചരിച്ച സമയത്ത് അതിമനോഹരമായിട്ടുള്ള രാമചന്ദ്രന്റെ ആശ്രമം കണ്ടു. അവിടെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി ഇരിക്കുന്നത് കണ്ടു. ശ്രീരാമന്റെ സമീപത്തിരിക്കുന്ന നാരീമണിയായിട്ടുള്ള സീതാദേവി ഈ ലോകത്ത് ഏറ്റവും അതിസുന്ദരിയാണ്, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ലക്ഷ്മിയും സരസ്വതിയും അതുപോലെ സമസ്ത ദേവതകളുമൊക്കെ അവൾക്ക് താഴെ വരികയുള്ളൂ. ഇന്ദ്രന്റെ പത്നിയാവട്ടെ, മഹേശ്വരി ആവട്ടെ, അങ്ങനെ എല്ലാ ആളുകളും അവൾക്ക് താഴെ മാത്രമേ വരികയുള്ളൂ. അവൾ അത്രത്തോളം ഐശ്വര്യമുള്ളവളാണ്, സൗന്ദര്യമുള്ളവളാണ് എന്ന് പറയുന്നു. ശൂർപ്പണഖ പറഞ്ഞു, അങ്ങനെ സൗന്ദര്യമുള്ള കുലശീലനിയായിട്ടുള്ള സീതാദേവിയെ നിനക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലയോ രാവണ, നിനക്ക് ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് അവളെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് ജ്യേഷ്ഠനായ രാമന്റെ നിർദ്ദേശമനുസരിച്ച് അനുജനായ ലക്ഷ്മണനാണ് എന്നെ ഇത്തരത്തിൽ നിരൂപയാക്കിയത് എന്ന് പറയുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ശൂർപ്പണഖ രാമനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അവിടെ ഉണ്ടായിട്ടുള്ള ആശാഭംഗം കൊണ്ട് ശൂർപ്പണഖ തന്റെ സ്വരൂപം പ്രാപിച്ചുകൊണ്ട് സീതാദേവിയെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് ഉണ്ടായത്. അതിന്റെ ഫലമായിട്ടാണ് ലക്ഷ്മണൻ ഉപദ്രവിച്ചത്. എന്നാൽ അത് പറഞ്ഞാൽ ഇവിടെ രാവണന് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ രാവണന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ശൂർപ്പണഖ പ്രയത്നിച്ചത് എന്ന രീതിയിലാണ് ഇവിടെ ശൂർപ്പണഖ പറയുന്നത്. രാവണന് സീതാദേവിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് താൻ പരിശ്രമിച്ചപ്പോൾ ജ്യേഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ തന്നെ വിരൂപയാക്കി എന്നാണ് പറയുന്നത്. രാവണൻ എന്ത് പറഞ്ഞാലാണോ അതിനെ ആ അർത്ഥത്തിൽ, അഥവാ ശൂർപ്പണഖയുടെ ആഗ്രഹം നടക്കുക, ആ രീതിയിലാണ് ഇവിടെ ശൂർപ്പണഖ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ലോകൈക സുന്ദരിയായിട്ടുള്ള സീതയെ നീ സ്വീകരിക്കുകയാണെങ്കിൽ, നിനക്ക് ലഭിക്കുകയാണെങ്കിൽ നിനക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. അതോടൊപ്പം ശൂർപ്പണഖ കൂട്ടിച്ചേർക്കുന്നു, നേരിട്ട് രാമനോട് എതിർക്കുവാൻ വേണ്ടി ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് രാമലക്ഷ്മണന്മാരിൽ നിന്ന് സീതാദേവിയെ മാറ്റിയിട്ട് ആ അവസരത്തിൽ സീതാദേവി രാമലക്ഷ്മണന്മാരുടെ സംരക്ഷണയിൽ അല്ലാതിരിക്കുന്ന സമയത്ത് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാവണനോട് ശൂർപ്പണഖ പറയുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ സീതാദേവി രാവണന്റെ കയ്യിലായാൽ മാത്രമാണ് ശൂർപ്പണഖയ്ക്ക് തന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കും. രാമൻ പറഞ്ഞിരുന്നു നേരത്തെ, ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിന് എനിക്ക് ഇവളുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരുത്തി അവിടെ ഇല്ലാതായാൽ തനിക്ക് അവിടെ അവസരം ഉണ്ടാകുമെന്നുള്ള ഒരു ദുഷ്ടചിന്ത കൊണ്ടാണ് യഥാർത്ഥത്തെ മറച്ചു വെച്ചുകൊണ്ട് തന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിലേക്ക് ആ വിഷയത്തെ ഇവിടെ ശൂർപ്പണഖ മാറ്റുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഈ ലോകത്ത് നമ്മളിലൊക്കെ ഈ സ്വഭാവമുണ്ട്. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് വസ്തുതകളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രവണത നോക്കൂ. അതുകൊണ്ട് ഇവിടെ രാവണന്റെ കുലത്തിനാണ് നാശം സംഭവിക്കുന്നത്. തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഇല്ലാ കഥ പറഞ്ഞ് അവിടെ യുദ്ധമുണ്ടാക്കാനുള്ള കാരണത്തെ ശൂർപ്പണഖ സൃഷ്ടിക്കുകയാണ്. അതിലൂടെ സംഭവിക്കുന്നത് ആ കുലം തന്നെ മുടിയലാണ്. അപ്പൊ നമുക്കുള്ള വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ രാമായണം പകർന്നു നൽകുന്നത്.
യാഥാർത്ഥ്യമായിട്ടുള്ളതല്ല ഇവിടെ പറയുന്നത്. അവനവന്റെ ആഗ്രഹത്തിനനുസരിച്ചാണ്. നമ്മൾ അങ്ങനെ ആവാതിരിക്കണമെന്നുള്ള ഒരു ബോധം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമുക്കറിയാം, രാവണൻ അന്ന് രാത്രി ഉറങ്ങാതെ ചിന്തിച്ചത് മുഴുവൻ രാവണന്റെ തത്വജ്ഞാനത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ്. രാവണൻ ചിന്തിക്കുന്നു, അവതരിച്ചിരിക്കുന്നത് സാക്ഷാൽ നാരായണനാണ്. കാരണം കേവലം ഒരു മർത്യന്, ഒരു മനുഷ്യന് 3.25 നാഴിക കൊണ്ട് യുദ്ധവിദഗ്ധരായിട്ടുള്ള, യുദ്ധത്തിൽ വൈദഗ്ധ്യമുള്ള ഖരദൂഷണ തൃശിരാക്കളെ വധിക്കാൻ സാധിക്കുകയില്ല. 14,000 രാക്ഷസന്മാരോട് ചേർന്ന് ഖരദൂഷണ തൃശിരാക്കളെ കേവലം 3.25 നാഴിക കൊണ്ട് വധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മനുഷ്യനല്ല, സാക്ഷാൽ നാരായണനാണ്. ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വധിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന രാമൻ തന്നെയാണ് അത് എന്ന് ഇവിടെ രാവണനെ ബോധ്യപ്പെടുകയാണ്. തന്റെ മുൻ കർമ്മങ്ങളുടെ ഗതി അനുസരിച്ച് തനിക്ക് ഭക്തിയോടുകൂടി രാമനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് രാവണൻ പറയുന്നു. അതുകൊണ്ട് രാവണൻ പറയുകയാണ്, വിദ്വേഷ ബുദ്ധിയോട് കൂടിയിട്ട് രാമനെ പ്രാപിച്ചാൽ മാത്രമേ തനിക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് രാവണൻ ഉറപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടത് രാവണ മാരീച സംവാദമാണ്. രാവണ മാരീച സംവാദത്തിൽ മാരീചൻ രാവണനെ ഉപദേശിക്കുന്നു, ഈ ഒരു കാര്യം നിന്നോട് പറഞ്ഞത് ആരായാലും അയാൾക്ക് നിന്റെ നന്മയല്ല ആഗ്രഹിക്കുന്നത്, നിന്റെ നാശം ആഗ്രഹിക്കുന്ന ആളാണ് നിന്നോട് ഇത്തരത്തിൽ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യം ഉപദേശിച്ചത് എന്ന് അല്ലയോ രാവണ നീ അറിഞ്ഞാലെന്ന് പറയും. അത് കേട്ടിട്ട് രാവണൻ മാരീചനോട് പറയുന്നത്, ശാന്തമായിട്ട് പറയുന്നത്, നീ എല്ലാം അറിഞ്ഞിരിക്കുന്നവനാണല്ലേ. നോക്കൂ, ഇവിടെ രാവണനും അറിയാം, മാരീചനും അറിയാം അവതരിച്ചിരിക്കുന്ന രാമനാണ് എന്ന്. മാരീചൻ അവസാനം രാവണന്റെ നിർബന്ധ ബുദ്ധി കൊണ്ട് മാരീചൻ പൊന്മാനായിട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോ, രാമചന്ദ്ര നീ എന്നെ രക്ഷിച്ചാലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാമന്റെ സമീപത്തേക്ക് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ അതിമനോഹരമായിട്ടൊരു പൊന്മാനായിട്ട്, ഒരു നിറമുള്ള ഒരു മാനായിട്ട്, വെള്ളി നിറമുള്ള പുള്ളികളോട് കൂടിയിട്ട്, നീല കണ്ണുകളുള്ള മനോഹരമായിട്ടുള്ള പൊന്മാനായി രാമചന്ദ്ര ആശ്രമത്തിന് സമീപത്തേക്ക് മാരീചൻ എത്തിച്ചേരുകയാണ്. ആ സമയത്ത് രാമന് ഇതിന്റെ വസ്തുതകളൊക്കെ മനസ്സിലായത് കൊണ്ട് രാമൻ സീതയോട് പറയുന്നു, രാവണൻ ഇപ്പോൾ ഒരു സന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ട് നിന്നെ അപഹരിക്കുവാൻ വേണ്ടി വരും. അതുകൊണ്ട് അല്ലയോ സീതയെ, ഇവിടെ ഈ പർണശാലയിൽ മായാസീതയെ വെച്ചിട്ട് അഗ്നിമണ്ഡലത്തിൽ നീ മറഞ്ഞിരിക്കണം. രാമായണത്തിൽ പറയുന്നത് അഗ്നിമണ്ഡലത്തിൽ മഹാവിഷ്ണുവോട് ഒത്തുചേർന്നുകൊണ്ട് സീതാദേവി അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരുന്നു. മായാസീതയെ തേടി, അല്ലെങ്കിൽ മായാസീത പർണശാലയിൽ ഇരിക്കുമ്പോൾ മായാനിർമ്മിതമായിട്ടുള്ള ആ പൊന്മാൻ അവിടെ എത്തുകയും അതിനെ കണ്ട് സീതാദേവി മോഹിക്കുകയും രാമൻ അതിനെ പിടിക്കുവാൻ വേണ്ടി പുറകെ പോവുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് രാമൻ മാരീചനെ വധിക്കുന്നതാണ്, പൊന്മാൻ വധിക്കുന്നതാണ്. പൊന്മാനെ അമ്പെയ്യുന്ന സമയത്ത് അമ്പയേറ്റിട്ട് പൊന്മാൻ നിലവിളിക്കുന്നത് രാമന്റെ ശബ്ദത്തിൽ, ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ, എന്നെ സഹായിക്കൂ എന്നുള്ളതാണ്. ഇത് കേട്ട് സീതാദേവി ലക്ഷ്മണനോട് ജ്യേഷ്ഠനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറയുമ്പോൾ ലക്ഷ്മണൻ പറയുന്നു, എന്റെ ജ്യേഷ്ഠന് രാമന് ഇതുപോലെയുള്ള ആർത്തനാദങ്ങൾ ഉണ്ടാവുകയില്ല, ഈ വിശ്വം മുഴുവൻ സംരക്ഷിക്കുന്നവരാണ് എന്റെ ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ സീതാദേവി കഠോരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ലക്ഷ്മണനെ വേദനിപ്പിക്കുന്നു. നിന്റെ ഉദ്ദേശം രാമനെ വധിക്കലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഭരതന്റെ കൂടെ കൂടിയിട്ട് രാമനെ വധിച്ചിട്ട്, രാമനെ ഒഴിവാക്കിയിട്ട് നശിപ്പിച്ചിട്ട് എന്നെയും കൊണ്ട് അയോധ്യയിലേക്ക് ചെല്ലാനാണോ നിന്റെ ആഗ്രഹം? സഹോദരനോടുള്ള സ്നേഹം കൊണ്ട് രാമൻ നിന്നെ സംശയിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നീ ദുഷ്ടനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ വേദനിപ്പിക്കുകയാണ്. ലക്ഷ്മണൻ ചെവി രണ്ടും പൊത്തിക്കൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ കേട്ടതിന്റെ ദുഃഖത്തോടു കൂടിയിട്ട് സീതയോട് പറയുന്നു, നിന്റെ നാശകാലം അടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വനദേവതമാരുടെ കയ്യിൽ സീതാദേവിയെ ഏൽപ്പിച്ചിട്ട് രാമന്റെ ആർത്തനാദമായിട്ട് കേട്ട മാരീചന്റെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ലക്ഷ്മണൻ ശ്രീരാമനെ അന്വേഷിച്ച് പോവുകയാണ്. ഈ പാഠ്യഭാഗം നമുക്ക് നൽകുന്ന വലിയ വലിയ സന്ദേശങ്ങളുണ്ട്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശൂർപ്പണഖയുടെ സ്വഭാവം നമ്മളിൽ പലരിലും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ അതാണ് ശരിയെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പലരോടും പലതും പറയാറുണ്ട്. ഈ രാമായണത്തിന്റെ ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടാവരുത് എന്നാണ്. അതേപോലെ തന്നെ മാരീചനോട് രാവണൻ പറയുന്ന സമയത്ത്, ഇവിടെ ശൂർപ്പണഖ രാവണനോട് പറഞ്ഞപ്പോൾ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞത്. മാരീചനോട് രാവണൻ പറയുമ്പോൾ
ഒരു കാരണവുമില്ലാതെ എന്റെ സഹോദരിയെ ലക്ഷ്മണൻ വിരൂപയാക്കി ആക്രമിച്ചു എന്നാ പറയുന്നു. ഒരു കാരണവുമില്ലാതെ. നോക്കൂ, ഒരാളിൽ നിന്ന് രണ്ടാമത്തെ ആളിലേക്ക് എത്തിയപ്പോഴേക്കും ആ വിഷയത്തിന്റെ അർത്ഥവ്യാപ്തി മാറി. ഒരു കാരണവുമില്ലാതെ ലക്ഷ്മണൻ തന്റെ സഹോദരിയെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. അത് പറയാനൊരു കാരണം കൂടി മാരീചൻ രാവണനോട് സംസാരിക്കുമ്പോൾ ആദ്യമേ പറയുന്നുണ്ട്, ന്യായമായുള്ള കാര്യത്തിന് ഞാൻ സഹായം ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ടാണ് രാവണൻ ഇവിടെ പറയുന്നത് എന്റെ സഹോദരിയെ ഒരു കാരണവുമില്ലാതെ ലക്ഷ്മണൻ ആക്രമിച്ചു എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഒരു കാര്യത്തെ നേടുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ആഗ്രഹത്തെ സ്വാംശീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ധർമ്മത്തെ മറന്നുകൊണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പറയുന്ന സ്വഭാവം അവരവരുടെ ദോഷത്തിന് കാരണമാകുമെന്നുള്ള വലിയ സന്ദേശം രാമായണം നമുക്ക് നൽകുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, സീതാദേവി ലക്ഷ്മണനോട് പറയുന്ന വാക്കുകളാണ്. സീതാദേവി രാമന്റെ ശബ്ദം കേട്ട സമയത്ത് ലക്ഷ്മണൻ അത് രാമനല്ല എന്ന് പറഞ്ഞപ്പോൾ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ സീതാദേവി ആ സമയത്ത് ലക്ഷ്മണനെ ഏറ്റവും ക്രൂരമായ വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, നിനക്ക് വിനാശകാലമായിരിക്കുന്നു എന്ന്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ശൂർപ്പണഖയുടെ വാക്കുകളാവട്ടെ, അതുപോലെ സീതാദേവിയുടെ വാക്കുകളാവട്ടെ, രാവണന്റെ വാക്കുകളാവട്ടെ, മാരീചന്റെ വാക്കുകളാവട്ടെ, ഇതൊക്കെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യം സത്യസന്ധമായ രീതിയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ അവനവന് എത്തരത്തിലാണോ ദോഷമുണ്ടാകുന്നത്, അവനവന്റെ കുലം വരെ മുടിയുന്ന രീതിയിലുള്ള കാര്യമായിട്ടൊന്ന് മാറും എന്നുള്ള ദൃഷ്ടാന്തം ഈ പാഠഭാഗം നമുക്ക് നൽകുന്നുണ്ട് എന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി പറയാം, നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്ന് തുറന്ന് പറയാത്തിടത്തോളം കാലം ശൂർപ്പണഖ ഇവിടെ ശൂർപ്പണഖയെ ന്യായീകരിച്ചതുപോലെ, രാവണന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചതുപോലെ, സീതയുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചതുപോലെ ആ ന്യായീകരിക്കൽ കൊണ്ട് കുലം മുടിയുന്ന അവസ്ഥയും അവനവന്റെ നാശവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് രാമായണം വിസ്തരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവും അനുഗ്രഹവും നമുക്കുണ്ടാവട്ടെ. അതിനുള്ള അനുഗ്രഹം ഗുരുപരമ്പര നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗം ഗുരുപരമ്പരയുടെ പദകമലങ്ങളിൽ സമർപ്പിച്ചുകൊള്ളട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.